السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام الكلة. ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം നാം എപ്പോഴും ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതായത് ഒരു മഹാനായ ഒരു സഹാബി പറയുന്നത്, ഒരു മഹാനോട് പറയുന്ന ഒരു ചരിത്രം നിങ്ങളുടെ മുമ്പിൽ പറയാം. നമുക്കിപ്പോൾ ജനാബത്ത് കുളിയെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. ജനാബത്ത് കുളിക്കാതെ നമ്മൾ നിസ്കാരം സഹിയാകൂല നമുക്കറിയാം. ജനാബത്തായാൽ ജനാബത്ത് പറഞ്ഞാൽ വലിയ കുളി പറഞ്ഞാൽ അതിന് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ജനാബത്ത് കുളി, ആ കുളിയെ സംബന്ധിച്ച് ഒരുപാട് മസലൊക്കെ പിന്നീട് പറയാനുണ്ട്. ഞാൻ അതിലൊരു ചരിത്രം പറയാം. മഹാനായ ഇബ്ബാനബിനു അബ്ദുല്ലാബിനു ബജലി റളിയല്ലാഹു അൻഹു അവർ പറയാണ്, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഹലക്ക ജാറൂന, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ ആരാ പറഞ്ഞത്? ഇബ്ബാൻ അബ്ദുല്ലാബിനു ബജലി റളിയല്ലാഹു പറയാണ്, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് അയൽവാസി മരണപ്പെട്ടു പോയി. അങ്ങനെ ഫഅമൽനാഹു ഇലൽ ഖബറി, മൂപ്പറ ഞാൻ ആ മരിച്ചു കിടക്കുന്ന അയാളെ ചുമന്നുകൊണ്ട് ഇത് ഖബറിനടുക്കിലേക്ക് എല്ലാവരും കൂടി കൊണ്ടുപോയാണ്. ഫൈദാഫി ഷെബൂബിൽറത്തി, അനെ ഖബറിലേക്ക് കൊണ്ടുപോയി ചുവന്ന് ഖബറിൽ വെക്കാൻ നോക്കുമ്പോൾ ഖബറിൽ പൂച്ചയുടെ പോലത്തെ സാദൃശ്യമാകുന്നൊരു ജീവി ഖബറിൻ്റെ ഉള്ളിലുണ്ട്. ആ ഖബറിനടുക്കിലേക്ക് ഖബറിൽ കൊണ്ട് വെക്കാൻ നോക്കുമ്പോൾ ഖബറിൽ എന്തുണ്ട്? ഒരു പൂച്ചൻ്റെ പോലത്തെ ഒരു ജീവി ആ ഖബറിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഖബർ വയ്ക്കുന്ന ആളുകൾ എന്ത് ചെയ്തു? അതിൻ്റെ മുഖത്തേക്ക് ഒരു അടിയടിച്ചു. അതാണ് ഫലം മെബ്രജഹു ഫലറബൽ ഹഖാറു ജബഹതുഹു ബിബൈറമിഹി എന്ന് പറയുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഖത്തേക്ക് ഖബർ വയ്ക്കുന്ന ആളുടെ കൈക്കോട്ട് കൊണ്ടോ എന്താ വട്ടെ ആ കൊയ്ക്കുന്ന സാധനം കൊണ്ട് എൻ്റെ മുഖത്തേക്ക് ഒരു അടി കൊടുത്തു, ഓടാൻ വേണ്ടി. പക്ഷെ അത് ഓടുന്നില്ല, അത് തിരിഞ്ഞു നോക്കുന്നേ ഇല്ല. ഫലം മെബ്രഹ്, അത് തിരിഞ്ഞു നോക്കുന്ന വേണ്ടയാക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നുമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവർ എന്ത് ചെയ്തു? അങ്ങനെയായപ്പോൾ ഫതഹബലു ഇലാ ഖബറിൻ ആഖിർ, വേറെ ഖബർ കുഴിക്കാൻ വേണ്ടി വേറെ ഖബറിലേക്ക് അങ്ങോട്ട് പോയി. നമുക്ക് ഈ ഖബറിൽ ഒരു ജീവിയുണ്ട്, ആ ജീവി എങ്ങനെ അടിച്ചാലും ആ ജീവി അവിടെ നിന്ന് മാറുന്നില്ല. അങ്ങനെ ഇവർ എന്താക്കി വേറൊരു ഖബറിന്ന് കുഴിച്ച് അവിടെ നോക്കിയപ്പോഴോ അങ്ങനെ ആ ഖബറിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെക്കം നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഖബർ കുഴിക്കുന്ന ആളുകൾ എന്ത് ചെയ്തു? നേരത്തെ അവിടെ ചെയ്തതുപോലെ തന്നെ ഖബർ കുഴിക്കുന്ന ആളുകൾ അതിൻ്റെ മുഖത്തേക്ക് അടിച്ചു ജീവിൻ്റെ. പക്ഷെ ആ ജീവി എന്താക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല, വേണ്ടാക്കുന്നവർ തന്നെ ഉണ്ട്. അങ്ങനെ വക്കാൽ കോമു, ആ കൂടിയ ആളുകളൊക്കെ പറഞ്ഞു, എന്ത് ചെയ്യാനാണ്? ആ ജീവി പുറത്തേക്ക് വരുന്നില്ല, ഓടുന്നില്ല, എന്ത് ചെയ്യും? അങ്ങനെ എല്ലാവരും കണ്ട തീരുമാനം, എന്നിട്ട് ആ ഖബർ തന്നെ വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഫദഫനൂഹു ഫീഹി, ആ ഖബറിൽ അങ്ങനെ മറവ് ചെയ്തു. ഫലമ്മാ, അങ്ങനെ ഖബറിലേക്ക് താത്തി ഖബർ ചെയ്ത് വെച്ചപ്പോൾ ഫലമ്മാ സുവ്വിയ അലിയിൽ ലബിന, അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇഷ്ടികളൊക്കെ വെക്കുമല്ലോ നമ്മളിപ്പോൾ ഖബറിൻ്റെ മുകളിൽ ഇഷ്ടിയും അതൊക്കെ വെക്കുന്നുണ്ടല്ലോ. അപ്പം മരിച്ചു കഴിഞ്ഞ് പല ഇതൊക്കെ വെച്ചപ്പോൾ അതാ കേൾക്കുന്നു സ്വബീന, ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്നാണ് കള്ളുക്കൊള്ളാത്ത ഇലാമു, അവരുടെ എല്ലുകളൊക്കെ, അതായത് ആ മരിച്ചു കിടക്കുന്ന ഖബറാളികളുടെ എല്ലുകളൊക്കെ പൊട്ടിക്കുന്നതായ സൗണ്ട് ഇവർ മറവ് ചെയ്യുമ്പോൾ കേൾക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഖബർ പൊട്ടിക്കുമ്പോൾ കേൾക്കുകയാണ്. ഖബർ മറവ് ചെയ്തിട്ട് ആ കല്ലൊക്കെ വെക്കുന്ന സമയത്ത് അവർ കേൾക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ അവർ എന്ത് ചെയ്തു? ഫദ്ഹബൻ നാസുഇലാ ഇംറാത്തി, അവരെ ഭാര്യൻ്റെ അടുക്കിലേക്ക് പോയി. എല്ലാ ആളുകളും ഭാര്യൻ്റെ അടുക്കൽ പോയി ചോദിച്ചു, അല്ല എന്താണ്? ഫസഅലുഹ അൻ ഹാലി സൗജി, നിങ്ങളുടെ ഭർത്താവിൻ്റെ അവസ്ഥയെപ്പറ്റി ഭാര്യയോട് ചോദിച്ചു. അല്ല, നിങ്ങളുടെ ഭർത്താവിൻ്റെ അവസ്ഥ എന്താണ്? ഇതൊക്കെ ചോദിച്ചു. ഖബറിലുള്ള ശിക്ഷയൊക്കെ പറഞ്ഞ ശേഷം ചോദിക്കുകയാണ്. ഖബറിൽ വെക്കുമ്പോൾ പൂച്ചേൻ്റെ സാദൃശ്യമാകുന്ന ജീവിയുണ്ട്. ആ ജീവിനെ അവിടെ ആളുകൾ എന്താക്കി അടിച്ച് അതിനെ ഓടിക്കാൻ നോക്കിയപ്പോൾ അത് ഓടുന്നില്ല. അങ്ങനെ വേറൊരു ഖബറിലേക്ക് പോകുമ്പോൾ അവിടെ അങ്ങനെ തന്നെ കാണുന്നുണ്ട്. അങ്ങനെ അവിടെ തന്നെ അത് ചുരുക്കി പറഞ്ഞാൽ ആ ഖബറിൽ തന്നെ മറവ് ചെയ്തു. അപ്പോൾ സൗണ്ട് കേൾക്കുന്നു, പൊട്ടിക്കുന്നതായിട്ട് എല്ലുകളൊക്കെ. അങ്ങനെ ഈ കാര്യങ്ങൾ ഭാര്യൻ്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിൻ്റെ അവസ്ഥ എന്താണ്? അപ്പോഴാണ് പറയുന്നത് കാലത്തില്ല ജനാബത്ത. അവിടെയാണ് നമ്മുടെ വിഷയം കിടക്കുന്നത്. ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓ നിങ്ങൾക്കറിയണോ എൻ്റെ ഭർത്താവിൻ്റെ വിഷയം? അവർ ജനാബത്ത് കുളി ഒരിക്കലും കുളിക്കലില്ല. നിങ്ങൾ നോക്ക്, ജനാബത്ത് കുളിക്കാതിൻ്റെ പേര് ഖബറിൽ വെക്കുമ്പോൾ തന്നെ
ഒരു ജീവി, പൂച്ചയെ പോലത്തെ ഒരു ജീവി അവിടെ കാണുന്നു. അങ്ങനെയുള്ള ജീവികൾ എന്താക്കുന്നു? എല്ലുകൾ പൊട്ടിക്കുന്നു. വല്ലാത്ത ഖബറിൽ ശിക്ഷ അനുഭവപ്പെടുകയാണ്. ഇതവർ കേൾക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാടുണ്ട്. ജനാബത്ത് കുളിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ ഞാനൊരു ചരിത്രമേ പറയുന്നുള്ളൂ. മഹാനവൾ പറഞ്ഞൊരു ചരിത്രമാണ്. മഹാനവളുടെ അടുത്തുള്ള ഒരാൾ മരണപ്പെട്ടപ്പോൾ ആ മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ഉണ്ടാകുന്ന സംഭവമാണിത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജനാബത്ത് കുളി അത് വലിയ കുളി, ചെറിയ കുളിയൊക്കെ ചെറിയ ശുദ്ധി വലിയ ശുദ്ധിയൊക്കെ പഠിച്ചില്ലല്ലോ. അതിൽപ്പെട്ട വലിയ കുളി അതിൽ വന്നു കഴിഞ്ഞാൽ കുളിക്കേണ്ട അവസരത്തിൽ കുളിക്കണം. ആ കുളിക്കുമ്പോൾ മൊത്തമായി വെള്ളം എത്തിയിരിക്കണം എല്ലാ സ്ഥലത്തേക്കും. അത് വലിയൊരു മസാല വിഷയൊക്കെയാണ്, അതെല്ലാവരും പഠിച്ചിരിക്കണം. അപ്പം ജനാബത്ത് കുളിക്കാത്തതിൻ്റെ പേരിലാണ് എൻ്റെ ഭർത്താവിനെ ഖബറിൽ വെക്കുമ്പോൾ തന്നെ അവിടെ ശിക്ഷിക്കുന്നത് കാണുന്നുണ്ട് എന്ന് ഭാര്യയെ ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞത്, എൻ്റെ ഭർത്താവ് ഒരിക്കലും ജനാബത്ത് കുളിക്കലില്ല, അതിൻ്റെ പേരിലാണ് അവിടെ ശിക്ഷ അനുഭവപ്പെടുന്നത് എന്ന് ഈ മഹാനവർക്കും എല്ലാ കൂടിയവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം പഠിക്കണം. മഹാനവൾ ഹിബ്ബാൻ അബ്ദുല്ലാ ബിൻ ബജലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്. ആ ഒരു ചരിത്രം നാം നിങ്ങളുടെ മുമ്പിൽ ഇട്ടതാണ്. അത് പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. അപ്പോൾ ജനാബത്ത് കുളിക്കാത്തതിൻ്റെ പേരിലാണ് ജനാബത്ത് കുളിക്കാത്തതിൻ്റെ പേരിലാണ് ഖബറിൽ ശിക്ഷിക്കുന്നത് എന്ന് മഹാനവൾ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ജനാബത്തിൻ്റെ കുളിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് എല്ലാവരും കുളിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചരിത്രം നിങ്ങളുടെ മുമ്പിൽ ഇട്ടതാണ്. ആ ഒരു കുളി എല്ലാവരും അശ്രദ്ധയായി പോകുന്ന ഒരു കാര്യമാണ്. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം കുളിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.